ഹലോ മക്കളെ, അപ്പോൾ 8th നമ്മുടെ ബേസിക് സയൻസിൻ്റെ എക്സാം കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് വന്നൊന്നും അത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല, എല്ലാം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏകദേശം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്? ലിക്വിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലിക്വിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അത് എന്തിന്റെ ഷേപ്പാണ്? അതിന്റെ കണ്ടെയ്നറിന്റെ ഷേപ്പ് എന്താണോ അതാണ് ആ ലിക്വിഡ് എടുക്കുക എന്ന് നമുക്കറിയാം. ഇനി അടുത്തത് ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട് എന്നാണ് പറയുന്നത്. ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയം ഇല്ല. ഇനി അടുത്തത് മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. വാക്സ് മെൽറ്റ് ആവുന്നത് കെമിക്കൽ ചേഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത്. ആണോ? അല്ല, അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ, റെസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് എ കെമിക്കൽ ചേഞ്ച്. റെസ്റ്റിംഗ് ഓഫ് അയൺ കെമിക്കൽ ചേഞ്ച് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. റെസ്റ്റിംഗ് ഓഫ് അയൺ കെമിക്കൽ ചേഞ്ച്, കാരണം പുതിയൊരു സബ്സ്റ്റൻസ്, റെസ്റ്റ് എന്നുള്ള പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യും. പിന്നെ അത് പെർമനന്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഡി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ സയന്റിസ്റ്റുകളുടെ പേരും അവരുടെ പീരിയോഡിക് ടേബിളിന്റെ ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് ആന്റോയിൻ ലാവോയിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ എന്ത് വരും? ബി എന്ന് വരും. പിന്നെ അടുത്തൊരു ഡോബർനിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? മൂന്ന് മെറ്റൽ ആക്കിയിട്ട് ട്രയാഡ്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്ത് വരും? സി എന്ന് വരും. ഇനി അടുത്തത് ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷന്റെ പേരുണ്ട്, അതാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ആൻസർ എന്ത് വരും? ഡി എന്ന് വരും. ഇനി ഫസ്റ്റ് മെന്റലി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ നാലാമത്തെ ആൻസർ എന്ത് വരും? എ വരും. അപ്പോൾ ആൻസർ ബി സി ഡി എ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ബി സി ഡി എ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എല്ലാവരും ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടേക്ക് ക്വിക്ലൈം ഇൻ എ സ്റ്റീൽ കപ്പ്, ആഡ് സം വാട്ടർ ഇൻ ടു ഇറ്റ്, പിന്നെ എന്താണ്? ടച്ച് ദ കപ്പ് ആഫ്റ്റർ സം ടൈം. അപ്പോൾ ഇത് ഏതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്കറിയണം. അപ്പോൾ അതാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കപ്പ് ടച്ച് ചെയ്താൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യാന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഹീറ്റ് പുറത്തോട്ട് വരും എന്നുള്ള കാര്യം നമുക്കറിയണം. അപ്പോൾ ആ കപ്പ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ഹോട്ട് ഫീൽ ചെയ്യും. അത് തന്നെയാണ് അതിന്റെ ആൻസർ ചെയ്തേണ്ടത് കേട്ടോ. ആൻസർ എന്ത് ചെയ്യണം? ദ സ്റ്റീൽ കപ്പ് ഫീൽസ് ഹോട്ട് എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. അപ്പോൾ അതിന്റെ റീസൺ എന്താ ചോദിച്ചിട്ടുണ്ട്? റീസൺ ഇത്രയേ ഉള്ളൂ. ഇത് എന്ത് റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് വരും. റിയാക്ഷൻ എന്താണ്? ഇത് തമ്മിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. താപമോചക പ്രവർത്തനം എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ഈസ് പ്ലേസ്ഡ് ഇൻ സൺലൈറ്റ്. അത് സൺലൈറ്റുമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൺലൈറ്റ് എന്ന് കണ്ടു, നടക്കുന്നത് ലൈറ്റ് എനർജിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത് ഉള്ളത് നമുക്ക് ഐഡിയ കിട്ടും. അപ്പൊ ഇനി അടുത്തത് റൈറ്റ് ദ ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും സോഡിയം ക്ലോറൈഡും മിക്സ് ചെയ്തിട്ടാണ് ആ വാച്ച് ഗ്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് സൺലൈറ്റിന്റെ പ്രസൻസിൽ ആ സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? സിൽവർ ഫോം ചെയ്യും. സിൽവറിന്റെ ബ്ലാക്ക് കളർ അവിടെ ഫോം ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കട്ടോ. ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ. ബ്ലാക്ക് ആയിട്ടാണ് നമുക്കത് കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ ബ്ലാക്ക് എന്ന് ആൻസർ ചെയ്താൽ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ എന്ന് ആൻസർ ചെയ്താൽ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? ഇറ്റ് വിൽ ടേൺ ടു ബ്ലാക്ക് കളർ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ഇറ്റ് വിൽ ടേൺ ടു ബ്ലാക്ക് കളർ. ഇനി വാട്ട്സ് ദ റീസൺ ഫോർ ദിസ് ചേഞ്ച്? ഈ റീസൺ ഉണ്ടാവാൻ കാരണം എന്താണ്? അത് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് അവിടെ സിൽവർ ഫോം ചെയ്തു. സിൽവറിന്റെ ബ്ലാക്ക് കളർ ഫോം ചെയ്തു എന്ന് എഴുതി. ബ്ലാക്ക് സിൽവർ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ആൻസർ ചെയ്തേണ്ടത്? ദിസ് ഈസ് ബിക്കോസ് വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഇറ്റ് സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ടു ബ്ലാക്ക് സിൽവർ എന്ന് ആൻസർ ചെയ്താൽ. സിമ്പിൾ ആണ്. നമ്മൾ ലൈവിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കുറെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് പറഞ്ഞു സിൽവർ നൈട്രേറ്റ് ഇങ്ങനെ സൺലൈറ്റിന്റെ പ്രസൻസ് റിയാക്ഷൻ നടക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണെന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പൊ ഇനി അതിൽ എ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റിയാക്ടൻസ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ റിയാക്ടൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ റിയാക്ടൻസ് ഏതൊക്കെയാണ്? എന്റെ ആൻസർ എന്താ വരിക? CO2 കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനും നമുക്ക് അതിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇവിടെ റിയാക്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. അപ്പൊ ഇനി ടു വിച്ച് കാറ്റഗറി ഡസ് ദിസ് റിയാക്ഷൻ ബിലോങ്? അപ്പോൾ ഫോട്ടോസിന്തസിസ് ഏതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഫോട്ടോസിന്തസിസ് സൺലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ ലൈറ്റ് എനർജി ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് റിയാക്ഷൻ ആണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഏത് റിയാക്ഷൻ ആണ്? ഫോട്ടോ കെമിക്കൽ
റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഡ്രൈ സെൽ? ഡ്രൈ സെല്ലിൽ നടക്കുന്ന, അതായത് ബാറ്ററിയിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്. അതിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആണ് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ആണ് കിട്ടുന്നത്. കെമിക്കൽ റിയാക്ഷൻ ആദ്യം നടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്നാണ് ആൻസർ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ, അതായത് രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഇനി അടുത്തത് ബിന്റെ വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഡ്യൂറിങ്? വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഡ്യൂറിങ് എന്താണ്? ഇലക്ട്രോലൈസിസ്. ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോഴുള്ള എനർജി ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോഴുള്ള എനർജി ചേഞ്ച് എന്താ നമുക്ക് എഴുതണം. അപ്പോൾ ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് അവിടെ ഡീകമ്പോസിഷൻ നടക്കുന്നത് കേട്ടോ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഡീകമ്പോസിഷൻ നടന്നിട്ടാണ് ഇലക്ട്രോലൈസിസ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം അവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി, ഇവിടെ എനർജിയാണ് ചോദിച്ചത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് എഴുതുക. 2 ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്താക്കിയിട്ട് മാറും? കെമിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും. നേരെ തിരിച്ച് ആൻസർ. ഇത് രണ്ടുമാണ് അതിന്റെ ആൻസർ വരുന്നത്. ഫസ്റ്റ് കെമിക്കൽ ഇൻടു ഇലക്ട്രിക്കൽ എനർജി, പിന്നെ ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് 6th ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കബിൾ ടു ജോൺ ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി? അപ്പൊ ഡാൽട്ടന്റെ ആറ്റോമിക് തിയറിയിൽ നമ്മൾ ഒരു 6 പോയിന്റ് നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരുന്നു നമ്മൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ചോദിക്കുക. അപ്പൊ എല്ലാ പോയിന്റിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് വായിക്കുക. ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. അപ്പൊ അത് ശരിയാണോ? അത് ശരിയാണ്. ഇനി അടുത്തത്, an atom can be divided during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പറ്റുമോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാണ്. ഇനി അടുത്തത് മൂന്നാമത്തത്, ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഡിഫർ ഇൻ ദയർ സൈസ് പ്രോപ്പർട്ടി മാസ്. ഡിഫറെന്റ് എലമെന്റിന് എന്തായിരിക്കും? ഡിഫറെന്റ് സൈസ് പ്രോപ്പർട്ടി മാസ് ആയിരിക്കും ആറ്റത്തിന് ഉണ്ടാവുക. അത് കറക്റ്റ് ആണ്. ഇനി അടുത്തത്, ഓൾ ആറ്റംസ് ഓഫ് ആൻ എലമെന്റ്, അതായത് സെയിം എലമെന്റ്, അതായത് ഒരു എലമെന്റിൻ്റെത് ഡിഫർ ഇൻ ദയർ സൈസ് പ്രോപ്പർട്ടി മാസ്. അതിന്റെ സെയിം സൈസും സെയിം പ്രോപ്പർട്ടിയും സെയിം മാസ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? എയും സിയും ആണ് അതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക് തിയറിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? എയും സിയും ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കിട്ടിയോ? ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ. അപ്പൊ 7th ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എഴുതാം. അപ്പോൾ ആ ടേബിൾ ബേസിസ് ഓഫ് നോമൻക്ലേച്ചർ അനുസരിച്ച് നമ്മൾ ആ ടേബിൾ ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യം വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യം എൻ്റെ ആൻസർ എന്താ നമുക്ക് നോക്കാം. അത് ഏതിന്നാണ്? ബേസിസ് ഓഫ് നോമൻക്ലേച്ചർ ഏതിന്നാണ് അതിന്റെ പേര് വന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്തിന്നാണ് വന്നത്? ഇൻഡിഗോ എന്ന് പറഞ്ഞ കളർ എന്നാണ് വന്നത് കേട്ടോ. എന്തിനാണ് വന്നത്? ഇൻഡിഗോ എന്ന് പറഞ്ഞ കളർ എന്നാണ് അതിന് വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് IN ആണ് അതിന്റെ സിമ്പിൾ വരുന്നത്. ഇനി അടുത്തത് റുദർഫോർഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ന് വന്നിട്ടുള്ളത് ഏതാണ്? RF എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ബീന്റെ ആൻസർ എഴുതണം. ബീന്റെ ആൻസർ എന്താ വരിക? റുദർഫോർഡിയം. ബീന്റെ ആൻസർ വരുന്നത് റുദർഫോർഡിയം എന്ന് പറഞ്ഞതാണ് കേട്ടോ. അതാണ് ആ എലമെന്റ് വരുന്നത്. ഇനി അടുത്തത് യൂറോപ്പിയ ആണ് വന്നിട്ടുള്ളത്. ആ യൂറോപ്പിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യൂറോപ്പ് എന്ന് പറഞ്ഞ കോണ്ടിനെന്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. യൂറോപ്പ് എന്ന് പറഞ്ഞ കോണ്ടിനെന്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. യൂറോപ്പ് കോണ്ടിനെന്റ്. ഇനി NP എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ കണ്ടോ? NP പ്ലാനറ്റ് ആണ്. NP കൊണ്ടുള്ള പ്ലാനറ്റ് ഇതാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ എന്ന് വന്നിട്ടുള്ളത് ഏതായിരിക്കും? നെപ്റ്റ്യൂണിയം. അതാണ് ഡീന്റെ ആൻസർ. എന്ത് വരും? നെപ്റ്റ്യൂണിയം. അപ്പൊ ഇതാണ് ആൻസേഴ്സ് വരുന്നത് കേട്ടോ. A ഇൻഡിഗോ കളറ്, B റുദർഫോർഡിയം, C യൂറോപ്പ് കോണ്ടിനെന്റ്, D എന്താണ്? നെപ്റ്റ്യൂണിയാണ് ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇത് A ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ B ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ക്വസ്റ്റ്യൻ. അതെങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അതിലേറെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്താൻ കഴിയും. അലുമിനിയത്തിന്റെ സിമ്പിൾ ഏതാന്ന് കിട്ടണം. അലുമിനിയത്തിന്റെ സിമ്പിൾ ഏതാണ്? Al ആണ്. ഇനി അടുത്തത് സൾഫറിന്റെ സിമ്പിൾ ഏതാ വരുന്നത്? S ആണ്. ആ S നിർത്തി എഴുതി. ഇനി അടുത്തത് ഗോൾഡിന്റെ സിമ്പിൾ ഏതാ വരുന്നത്? Au. അതാണ് ഗോൾഡിന്റെ സിമ്പിൾ വരുന്നത്. ഇനി അടുത്തത് പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ എന്താ വരുന്നത്? A ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സിമ്പിൾ വരുന്നത്. ആ സിമ്പിൾസ് നമ്മൾ ക്ലാസ്സിൽ കുറച്ച് എലമെന്റ് ഡിസ്കസ് ചെയ്യുന്നു. അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
സിൽവർ ഈസ് കോട്ടഡ് ഓൺ ആൻ അയൺ ബാങ്കിൽ. നമ്മൾ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത്, അത് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിൽവർ ഈസ് കോട്ടഡ് ഓൺ ആൻ അയൺ ബാങ്കിൽ. അപ്പോൾ നമ്മളോട് 3 ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് ചോദിക്കാൻ സാധിക്കും, കോപ്പർ, സിൽവർ, ഗോൾഡ്. അതിൽ സിൽവർ ആയിരുന്നു നമ്മൾ ലൈവിൽ എടുത്ത ക്വസ്റ്റ്യൻ, അത് തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സിൽവർ ഈസ് കോട്ടഡ് ഓൺ ആൻ അയൺ ബാങ്കിൽ എന്ന് കൊടുത്ത് ടു വിച്ച് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഈസ് അയൺ ബാങ്കിൽ കണക്റ്റഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു സിൽവർ ആണ് അയണിലോട്ട് കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഏത് മെറ്റലാണോ കോട്ട് ചെയ്യുന്നത് അത് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം. ഏത് മെറ്റലിലാണോ കോട്ട് ചെയ്യുന്നത് അത് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം, നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻസർ, എൻ്റെ ആൻസർ എന്താ വരിക? ഏത് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? പോസിറ്റീവ് എന്ന് എഴുതിയ മാർക്കാണ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത് ബീന്റെ ആൻസർ കിട്ടണം. അപ്പോൾ ബീന്റെ ആൻസർ നമുക്ക് കിട്ടണം ബി, വിച്ച് ഇസ് എ സൊല്യൂഷൻ യൂസ്ഡ് ഇയർ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൊല്യൂഷൻ ഏതിന്റെ സൊല്യൂഷൻ ആണ് എടുക്കേണ്ടത്? നമ്മൾ ഏത് മെറ്റലാണോ കോട്ട് ചെയ്യുന്നത് അതിന്റെ സൊല്യൂഷൻ എടുക്കണം. അപ്പോൾ സിൽവർ ആണെങ്കിൽ അതിന് 2 സൊല്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സിൽവർ സൈനൈഡും സോഡിയം സൈനൈഡും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. സിൽവർ സൈനൈഡും സോഡിയം സൈനൈഡും മിക്സ് ചെയ്തെടുക്കണം. അതെന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻസർ എന്ത് ചെയ്യണം? മിക്സ്ചർ ഓഫ് സിൽവർ സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ് സൊല്യൂഷൻ. ഇതാണ് ബീന്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് സീന്റെ ആൻസർ ഇസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്, വൈദ്യുതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. യെസ്, ഇത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. കാരണം എന്താണ്? ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഇവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇത് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് കേട്ടോ. അപ്പോൾ റീസൺ അത് എഴുതണം, ആൻസർ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് അതേന്ന് എഴുതി വെക്കണം. ഈ ദിസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യെസ് എന്ന് എഴുതിയിട്ടാണ് ഈ റീസൺ എഴുതേണ്ടത്. യെസ് ബിക്കോസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ എഴുതണം. കിട്ടിയോ? അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഇൻ 3C2H6. അപ്പോൾ 3C2H6 കണ്ടോ? 3C2H6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോളിക്യൂൾസ്. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം, അതും കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം രണ്ടും പെട്ടെന്ന് കണ്ടുപിടിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ മുമ്പിലുള്ള സംഖ്യ നോക്കിയിട്ട് എഴുതിയാൽ മതി. മുമ്പിലുള്ള സംഖ്യ എത്രയാണ്? 3. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് 3 എന്ന് കിട്ടി. സിമ്പിൾ ആൻസർ ആണ്. ഇനി അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കണം. അതും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആദ്യം C2H6 മാത്രം എടുക്കുക. C2H6 എന്ന് പറഞ്ഞാൽ C2 2 കാർബൺ. അപ്പൊ 2 എന്ന് എഴുതി. 2 പ്ലസ് 2 കാർബൺ ആണ്, 2 എന്ന് എഴുതി. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 6 ഹൈഡ്രജൻ. 2 + 6. അപ്പോൾ 2 + 6 ആണ് അതിലുള്ള ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ 2 + 6 എത്ര കിട്ടും? 8. അപ്പോൾ C2H6 എന്ന് പറഞ്ഞാൽ എത്ര ആറ്റങ്ങളുണ്ട്? 8 ആറ്റംസ് ആണുള്ളത്. ആ 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8 × 3 എന്ത് കിട്ടും? 24 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ആറ്റം എത്രയാണ്? 24 ആറ്റംസ്. ഇതാണ് ആൻസർ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസസ് ടു ഫോം കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അവിടെ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് നടന്നിട്ട് എന്തുണ്ടായി? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായി. വാട്ട് ഈസ് ദ റിയാക്റ്റന്റ് ഇൻ ദിസ് റിയാക്ഷൻ? ഇതിൽ റിയാക്റ്റൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത് ഏതാണ്? അതാണ് റിയാക്റ്റൻസ്, ആ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തത്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആണ് ഇവിടെ എന്ത് വരിക? റിയാക്റ്റൻസ് വരിക. അപ്പോൾ എന്ത് ചെയ്യണം? CaCO3 എന്ന് എഴുതിയാൽ മതി. ഇനി വാട്ട് ആർ ദി പ്രൊഡക്റ്റ്? അപ്പോൾ റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ പുതിയ സബ്സ്റ്റൻസുകളാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? CaOയും CO2 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ എന്ത് ചെയ്യണം? CaO CO2 ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. കിട്ടിയില്ലേ? ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ എബോവ് റിയാക്ഷൻ. അപ്പോൾ എബോവ് റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് എഴുതാം. ഫസ്റ്റ് എന്താ ഉള്ളത്? CaCO3 ഉണ്ട്. ആ CaCO3 എന്താണ്? ഡീകമ്പോസിഷൻ നടന്നു. അപ്പോൾ എന്തായിട്ട് മാറി? CaO + CO2. ഇത് എഴുതാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫോർമുലയൊക്കെ അവർ തന്നിട്ടുണ്ട്, അതൊന്ന് എടുത്ത് എഴുതാനുള്ള പണിയുള്ളൂ. സിമ്പിൾ ആൻസേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് നന്നായിട്ട് എഴുതി മാർക്ക് മേടിക്കാൻ പറ്റുന്ന പേപ്പർ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.